ഒരേ ഒരു മാസം കൊണ്ട് നമുക്ക് ഇതുപോലെ ചുവട്ടിന്ന് ധാരാളമായിട്ട് കൊല കൊലയായിട്ട് ചാമ്പയ്ക്ക പറിക്കാനുള്ള നല്ല അടിപൊളി ടിപ്പായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ. ഇപ്പൊ ഇതേ നമ്മുടെ ചാമ്പ കണ്ടു, 2 തരം ചാമ്പ അല്ലേ. ഇത് നമുക്കിതേ ചോട്ടിൽ നിന്ന് തന്നെ ധാരാളമായിട്ട് പൂത്ത് കായ്ച്ചിട്ടുണ്ട് അല്ലേ. അതും ഒരൊറ്റ മാസം കൊണ്ട്. അപ്പോൾ ഒരൊറ്റ മാസം കൊണ്ട് നമ്മുടെ ചാമ്പ പൂത്ത് കായ്ക്കാനുള്ള അടിപൊളി ടിപ്പായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇത് കായ്ക്ക മാത്രമല്ല, ഇതിപ്പോ ഇതിലൊക്കെ ധാരാളം പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനുള്ള ടിപ്പാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ചാമ്പ ഒരൊറ്റ മാസം കൊണ്ട് തന്നെ പൂത്ത് കായ്ക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയാം, ഇപ്പൊ ചാമ്പ ആയിക്കോട്ടെ മറ്റുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ആയിക്കോട്ടെ, നമുക്ക് വിത്ത് പാകിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, പിന്നെ ലെയർ ചെയ്തിട്ട് ബഡ് ചെയ്തിട്ട്, ഈ 3 രീതിയിലാണ് നമ്മൾ ചെയ്യുക. അപ്പൊ വിത്ത് പാകിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ച് നാളെടുക്കും നമുക്ക്. പക്ഷെ ഇത് വിത്ത് പാകിയിട്ടല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്, ലെയർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചാമ്പയുടെ പ്രത്യേകത വേറെ എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ കുരു ഇല്ല കേട്ടോ. കുരു ഇല്ലാത്ത സീഡ്ലെസ് ചാമ്പയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഒരിക്കലും വിത്ത് പാകിയിട്ട് ആക്കാൻ പറ്റില്ല. അപ്പൊ ഇത് നമ്മുടെ വീട്ടിലെ ഈ 2 കളറ് ചാമ്പയുണ്ട്. അപ്പൊ ഇതിന്റെ നല്ല ചാമ്പ, അത് പണ്ട് നമ്മൾ ലെയർ ചെയ്തത് വാങ്ങിയതായിരുന്നു. അപ്പൊ ഈ 2 കളറിൽ ധാരാളമായിട്ട് നല്ല രീതിക്ക് തന്നെ നിൽക്കുന്നത്, എല്ലാ വർഷവും ധാരാളമായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് ലെയർ ചെയ്യാണ് ചെയ്തത്. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അല്ലേ, ലെയർ ചെയ്യാനൊക്കെ. അതായത് നല്ല മദർ പ്ലാന്റിന്ന് നമ്മൾ അതിൻ്റെ കമ്പ് ലെയർ ചെയ്തെടുത്ത് ആക്കി കഴിഞ്ഞാൽ അതിനെയാണ് ലെയർ ചെയ്യുക. അതായത് നമ്മൾ ചകിരി കമ്പോസ്റ്റൊക്കെ എടുത്ത് നനച്ച് നമ്മുടെ ചെടിയിൽ അങ്ങ് കെട്ടി വെച്ചിട്ട് അതിൻ്റെ വേര് വന്നു കഴിഞ്ഞ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ആക്കുന്നതിനെയാണ് നമ്മൾ ലെയർ ചെയ്യുക എന്ന് പറയാം അല്ലേ. ഇനിയിപ്പോൾ ലെയർ ചെയ്യണത് അറിയില്ല, എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പം നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെയർ ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് ഒരിക്കൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ നല്ല രീതിക്ക് ഇങ്ങനെ 2 തരം ചാമ്പ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമെന്ന് നമ്മളിത് കട്ട് ചെയ്തെടുത്ത് വെച്ചതേ 1 മാസം ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേനും നമുക്കിതേ നല്ല രീതിക്ക് തന്നെ ചാമ്പയ്ക്ക് ഉണ്ടായി. ഇതിവിടെ ധാരാളം പൂക്കളുണ്ട്. ഇതും അങ്ങനെ തന്നെയാണ്. നമ്മൾ സാധാരണ പറയും ചുവട്ടിൽ തന്നെ കൊല കൊലയായിട്ട് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ആവുന്നതിൻ്റെ ഉള്ള ഗുണം എന്താന്ന് വെച്ചാൽ, നമുക്ക് പൊതുവെ ചാമ്പയ്ക്ക പഴുത്ത് കിട്ടില്ല, കിളികളും അണ്ണാനും ഇതൊക്കെ കൊണ്ടുപോയിട്ട്. ഇത് കുഞ്ഞൻ ചെടി ആയതുകൊണ്ട് അങ്ങനെ പൂവില്ല എന്ന് മാത്രമല്ല, നമുക്ക് താഴ്ത്തു തന്നെ കൊച്ചു കുട്ടികൾക്ക് പോലും പറിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ പുഴുവൊന്നും വരില്ല, പിന്നെ കുരുവില്ല ഇതിന്. പിന്നെ അത് നല്ല മധുരമാണ്, നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പൊ അങ്ങനെ നമ്മളുടെ മദർ പ്ലാന്റ് അതിനനുസരിച്ചാണ് ഇതിരിക്കുക. അതായത് നമ്മുടെ മദർ പ്ലാന്റ് എങ്ങനെയാണോ അതേ ഇത് തന്നെയായിരിക്കും ഈ ചെടിക്ക് ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ മദർ പ്ലാന്റ് വളരെ നല്ലൊരു ചെടി ആയതുകൊണ്ടാണ് നമ്മൾ ഇത് അങ്ങനെ ലെയർ ചെയ്തിട്ട്. അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ, അതായത് ഇപ്പൊ ചാമ്പ തന്നെ വേണമെന്നില്ല, വേറെ ഏത് ഫ്രൂട്ട് പ്ലാന്റ് ആയിക്കോട്ടെ, നല്ലൊരു ചെടിയാണ്. അതിൽ പൂത്ത് കായ്കളൊക്കെ ഉണ്ടായതിനു ശേഷം മാത്രമാണ് അങ്ങനെ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ അത് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് മാത്രമല്ല, ഇത് ആദ്യം തന്നെ പൂത്തു കായ്ച്ചു എന്നല്ല, വീണ്ടും പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇനി ഇതിന്ന് ധാരാളമായിട്ട് പൂക്കളും കായ്കളും കിട്ടും. ആ മദർ പ്ലാന്റിനേക്കാളും നല്ല രീതിക്ക് തന്നെ കിട്ടും. കാരണം ഇതിന് കുഞ്ഞിലേ തന്നെ നമ്മൾ നല്ല രീതിക്ക് തന്നെ പരിചരണം കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല അടിവളമൊക്കെ കൊടുത്ത് നല്ല വെയിലുള്ളിടത്ത് തന്നെയാണ് ഇത് വെച്ചത്. പിന്നെ ഇതിന് നമ്മൾ റോക്ക് ഫോസ്ഫേറ്റ് നന്നായിട്ട് കൊടുത്തിരുന്നു. അപ്പൊ റോക്ക് ഫോസ്ഫേറ്റ് കൊടുക്കുന്നത് മൂലം നമുക്കറിയാം ഇതിന്റെ വേരുകൾക്ക് നല്ല കരുത്ത് കിട്ടാനും അത് വളങ്ങളൊക്കെ വലിച്ചെടുക്കാനും സാധിച്ചു. അപ്പൊ മെയിനായിട്ട് ഇതിനെ നമ്മൾ അടിവളം 1 പ്രാവശ്യം കൊടുത്തെങ്കിലും പിന്നീട് നമ്മൾ 2 പ്രാവശ്യം, അത് 15 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ റോക്ക് ഫോസ്ഫേറ്റ് കൊടുത്തിരുന്നു കേട്ടോ. അപ്പൊ അത് പ്രകാരം വീണ്ടും പൂക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് മണ്ണ് സെറ്റ് ചെയ്യുക, അതേപോലെ മണ്ണൊക്കെ സെറ്റ് ചെയ്ത് മണ്ണ് ട്രീറ്റ് ചെയ്തതിന് ശേഷം ലെയർ ചെയ്തത് നടുക. വീണ്ടും 15 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ റോക്ക് ഫോസ്ഫേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ധാരാളമായിട്ട് ചാമ്പയ്ക്ക എന്ന് മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും ധാരാളമായിട്ട് കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാ തരം ഫ്രൂട്ട് പ്ലാന്റ് നമ്മുടെ കൈയെത്തുന്ന ദൂരത്തുനിന്ന് പറിച്ചെടുക്കാനുള്ള നല്ലൊരു ടിപ്പാണിത്. എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമാവും. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.